നമ്മൾ സാധാരണയായി കേട്ടിട്ടുണ്ട് ജോലിയുണ്ട് ശമ്പളമില്ല എന്നുള്ളതാണ്. ജോലി ചെയ്താലും ശമ്പളം കിട്ടാത്ത കഥയാണ് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളത്. അതൊരു പലപ്പോഴും പല സംവിധാനങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ശമ്പളമുണ്ട് ജോലിയില്ല എന്നുള്ളതൊരു കൗതുക വാർത്തയാണ്. ശമ്പളം കൃത്യമായി കിട്ടുന്നു, ജോലിക്ക് പോകുന്നില്ല, ഓഫീസിൽ പോകുന്നില്ല. ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ കാരണം വളരെ ലളിതമാണ്. നമുക്കിന്ന് വന്നിട്ടുള്ള ഒരു ന്യൂസിനെ ബേസ് ചെയ്താണ് ഇത് വരുന്നത്. സെക്രട്ടേറിയറ്റിലാണ് ഈ വിശേഷം വന്നിരിക്കുന്നത്. 50ഓളം പേർക്ക് റീപോസ്റ്റിംഗ്, അതായത് അവരുടെ ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് അവരെ തിരിച്ച് റീപോസ്റ്റിംഗ് നടക്കാത്തത് കൊണ്ട് പേരൻ്റ് ഓർഗനൈസേഷനിൽ പോകുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറേ വിഷയങ്ങളാണ്. അതായത് പോസ്റ്റിംഗ് ലഭിക്കാത്തതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റിൽ 50ഓളം ജീവനക്കാർ വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങുന്നു എന്നൊരു ആക്ഷേപം പുറത്ത് വന്നിട്ടുണ്ട്. പൊതുഭരണ വകുപ്പിലെ 28 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉയർന്ന ശമ്പളം ലഭിക്കുന്നവരാണ് പോസ്റ്റിംഗ് ലഭിക്കാതെ വീട്ടിലിരിക്കുന്നത്. കോൺഗ്രസ് സർവീസ് സംഘടനകളിലെ ആളുകൾ കൊടുക്കുന്ന ഒരു ലിസ്റ്റ് കൊടുക്കണം. ആ ലിസ്റ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള ചില ആ ലിസ്റ്റ് അതായത് ലിസ്റ്റ് കൊടുക്കലല്ല പ്രധാനം, പുതിയ ആളുകളെ പോസ്റ്റ് ചെയ്യണം. പുതിയ ആളുകളെ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഇങ്ങനെ ഈ പറഞ്ഞ വിട്ട ആളുകളെ എങ്ങോട്ട് വിടണം എന്നുള്ളതിനെ സംബന്ധിച്ചും ഉണ്ടാകേണ്ടത്. നല്ല ഉയർന്ന ശമ്പളം വാങ്ങുന്ന ജീവനക്കാർ ഉൾപ്പെടെ ഇരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. 10-50 പേർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് പിന്നെ മുൻ സർക്കാരിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നവർക്കാണ് തിരികെ വന്നിട്ടും അവർ പേരൻ്റ് ഓർഗനൈസേഷനിൽ വന്നിട്ടും അവർക്ക് മറ്റ് പോസ്റ്റിങ്ങുകൾ കിട്ടാതെ അവരിക്കുന്നത്. മുൻ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലും മറ്റും ഉൾപ്പെട്ടവർ ഡെപ്യൂട്ടേഷനിലാണ് പലരും പ്രവർത്തിച്ചിരുന്നത്. സർക്കാർ അധികാരമൊഴിഞ്ഞതോടെ അത്രയും ഉദ്യോഗസ്ഥർ മാതൃ സർവീസിലേക്ക് മടങ്ങുന്നതിന് വന്നാൽ പോസ്റ്റിംഗ് കിട്ടാതായതോടെ ഇവർക്ക് കാത്തിരിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇവർ കൃത്യമായി അവിടെ ഓഫീസിൽ പോകാതെ ഇരിക്കുമ്പോൾ അവർക്ക് പോസ്റ്റിംഗ് കിട്ടണം. എവിടത്തേക്കാണെന്നുള്ള പുതിയ പോസ്റ്റിംഗ് കിട്ടണം. അപ്പോൾ ഈ ജീവനക്കാർ പോസ്റ്റിംഗ് ഇല്ലാതെ വെറുതെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിട്ടു എന്നാണ് കഥ. സെക്രട്ടേറിയറ്റിൽ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുമ്പോഴാണ് ഉയർന്ന ശമ്പളം വാങ്ങുന്നവർ വെറുതെ ഇരിക്കുന്നതെന്നുള്ള ഒരു ആക്ഷേപവും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒഴിഞ്ഞു കിടക്കുന്ന പോസ്റ്റുകളിൽ നിയമനങ്ങൾ നടത്താത്തത് ഈ പറഞ്ഞ പോലെ ഭരണം മാറിപ്പോൾ ഒരു മാസമേ ആയിട്ടുള്ളൂ, അതിൻ്റെ പ്രശ്നങ്ങളാണ്. എന്തായാലും ഭരണാനുകൂല സംഘങ്ങളിൽപ്പെട്ട ജീവനക്കാർക്ക് പ്രൊമോഷനും മറ്റ് ആനുകൂല്യം നൽകാനുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ആക്ഷേപം ഇതിനോടകം തന്നെ പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ എന്ത് ഉയർത്തിയാലും സ്വാഭാവികമായി നമ്മൾ സംഭവിക്കുന്നൊരു കാര്യം മനസ്സിലാക്കുക, ഓരോ ഭരണം വരുമ്പോഴും ആ ഭരണത്തിന് അനുകൂലമായിട്ടുള്ള, കാരണം ഭരണം നയിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുന്നതിന് ഗവൺമെൻറ്റിന് താല്പര്യമുള്ള സർവീസ് സംഘടനകളിലെ ആളുകളെ ആയിരിക്കും ഈ പോസ്റ്റുകളിലൊക്കെ വയ്ക്കുന്നത്, പ്രധാനപ്പെട്ട. പിന്നെ അല്ലാത്ത പോസ്റ്റുകളിലൊക്കെ മാറ്റി വയ്ക്കും. പിന്നെ ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുമ്പോൾ ചെയ്യുന്ന LDF ചെയ്യുന്നൊരു പണി, കോൺഗ്രസ് അനുകൂലമായിട്ട് നിൽക്കുന്ന ഓഫീസർമാരെ എല്ലാം പുറത്ത് തള്ളും, ഡെപ്യൂട്ടേഷനിൽ ഓരോ സ്ഥലത്തേക്ക് അയക്കും. ഇപ്പോൾ ഒരുപാട് ആട്ടോണമസ് സ്ഥാപനങ്ങളും സൊസൈറ്റികളൊക്കെ ഉണ്ട്, അവിടേക്ക് ഡെപ്യൂട്ടേഷനിൽ അയച്ചോളാം. ഫിനാൻസിൽ നിന്നൊക്കെ ഒരുപാട് പേര് അങ്ങനെ അയക്കും. അവരെല്ലാം കോൺഗ്രസ്സുകാരായിരിക്കും. അവരെല്ലാം ഇപ്പോൾ കോൺഗ്രസ്സുകാരായതുകൊണ്ട് അവർ സെക്രട്ടേറിയറ്റ് തിരിച്ചു വരാൻ അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട്, സെക്രട്ടേറിയറ്റ് വർക്ക് ചെയ്യാനാണ് അവർക്ക് ഇഷ്ടമുള്ളത്, അവർ തിരിച്ചു വരാൻ ശ്രമിക്കും. തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിലവിൽ ഇപ്പോൾ ഇരിക്കുന്നവരെ മാറ്റേണ്ടി വരും. അപ്പോൾ ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നതിലുള്ള ഒരു കാലതാമസം, കാരണം പോസ്റ്റിംഗ് കിട്ടിയാൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു കാലതാമസം വരുന്നത് കൊണ്ട് 50ഓളം പേർക്കാണ് ശമ്പളം കിട്ടുന്നു, അവർക്ക് ജോലി പോസ്റ്റിംഗ് കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നം പറയുന്നു. ചിലർ പേരൻ്റ് ഓർഗനൈസേഷനിൽ പോയി ജോയിൻ ചെയ്തിട്ടുണ്ട്, ചിലർക്ക് ഉത്തരവ് കിട്ടിയിട്ടില്ല. അങ്ങനെ എന്നാൽ അവർക്ക് മന്ത്രി ഓഫീസിൽ വരാനും പറ്റില്ല, കാരണം മന്ത്രി ഓഫീസിൽ പുതിയ പോസ്റ്റിംഗ് നടന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ LDFൻ്റെ മന്ത്രി ഓഫീസിൽ ഇരിക്കുന്നവർക്ക് UDFൻ്റെ മന്ത്രി ഓഫീസിൽ പോയി ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് ഓഫീസിൽ നിന്ന് ഓർഡർ ഇറങ്ങിയിട്ട്, സെക്രട്ടേറിയറ്റിൽ നിന്ന് ഓർഡർ ഇറങ്ങിയിട്ടില്ല, അവർക്ക് സെക്രട്ടേറിയറ്റിൽ പോകാനും പറ്റുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടത്, അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. 50ഓളം പേർക്കാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ജോലി പണ്ട് വേറൊരു കഥ ഇവിടെ നടന്നിട്ടുണ്ട്. വാമനപുരം ഇറിഗേഷൻ പ്രോജക്റ്റ് എന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. പ്രോജക്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു, പ്രോജക്റ്റ് തുടങ്ങിയില്ല. പ്രോജക്റ്റ് തുടങ്ങാതെ പ്രോജക്റ്റ് ഓഫീസ് എത്രയോ വർഷം ആളുകൾ ശമ്പളം വാങ്ങി, എഞ്ചിനീയർമാരും ഓവർസിയർമാരും ശമ്പളം വാങ്ങി. രാവിലെ വരും, അവർ 10 മണി തൊട്ട് 5 മണി വരെ അവിടെ ഇരിക്കും, ഒരു പണിയും ഇല്ലാതെ. വാമനപുരം ഇറിഗേഷൻ പ്രോജക്റ്റ് പോലുള്ള കുറേ പ്രോജക്റ്റുകളുടെ കഥകൾ കണ്ടു പറഞ്ഞു. അതൊക്കെ പഴയ കഥകളാണ്. ഇപ്പോൾ അങ്ങനത്തെ പ്രോജക്റ്റുകളൊന്നുമില്ല, എല്ലാ പ്രോജക്റ്റും പൂട്ടിപ്പോയി. അല്ല, പ്രോജക്റ്റുകളൊക്കെ ഇപ്പോൾ ഭംഗിയായി നടക്കുന്നു. പഴയ കഥയാണ്, ഞാനൊരു സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയും സംഭവിക്കുന്നു നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതൊക്കെ ഭരണം മാറി വരുമ്പോഴുണ്ടാകുന്ന ഒരു ട്രാൻസിഷൻ പീരീഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും അതിന് മാറ്റമുണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ ഇത് വാർത്തയായി വന്നതുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തു എന്നുള്ളതാണ്. ഇതൊരു വലിയ പാതകവും കൊലപാതകവും കുറ്റമൊന്നുമല്ല. പക്ഷേ എങ്കിലും 10-50 ആളുകൾ അവർ സർവീസിലുണ്ടായിരിക്കുകയും അവർ സേവനം സർക്കാരിന് ജനങ്ങൾക്ക് കൊടുക്കാതിരിക്കുകയും ശമ്പളം വാങ്ങുകയും ചെയ്യുമ്പോൾ അതിലൊരു കൗതുക വാർത്തയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ കൃത്യമായി ചെയ്തത്.